കുറച്ചും കൂടി പിതാവ് പറഞ്ഞതനുസരിച്ച് ലേശം കൂടെ മുന്നോട്ട് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും വണ്ടി താഴുന്നത് പോലെ കണ്ടു. വണ്ടി താഴുകയാണ്. വണ്ടിക്കകത്തേക്ക് വെള്ളം കയറാൻ തുടങ്ങി. ഉടനെ പുറയിൽ നിന്നും 2 പേര് കൈകൊട്ടി വിളിച്ചു. യൗസേ പിതാവിന്റെ കരുതലിന്റെ കഥകളാണ് വള്ളോപ്പിള്ളി പിതാവിന്റെ സന്തത സഹചാരിയായിരുന്ന അപ്പച്ചൻ ചേട്ടന് പറയാനുള്ളത്. വള്ളോപ്പിള്ളി പിതാവിന്റെ ജീവിതത്തിൽ യൗസേ പിതാവിന്റെ മധ്യസ്ഥം വഴി ലഭിച്ച അനുഗ്രഹത്തെപ്പറ്റിയും ഒരിക്കൽ മരണതുല്യമായ അപകടത്തിൽ നിന്ന് യൗസേ പിതാവ് രക്ഷിച്ചതിനെപ്പറ്റിയും അപ്പച്ചൻ ചേട്ടൻ പങ്കുവയ്ക്കുന്നു. ഞങ്ങൾ ഒരിക്കൽ ചെടിക്കുളം പള്ളിയിലേക്ക് പോകുന്ന ഒരു അവസരമായിരുന്നു. ചെടിക്കുളം പള്ളിയിലെ പരിപാടി വൈകുന്നേരമായിരുന്നു. അവിടുത്തെ ആദ്യ കുർബാനയും വാർഷിക പരിപാടികളെല്ലാം കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ തലശ്ശേരിക്ക് പോരുകയാണ്. ഞങ്ങൾ 2 പേര് മാത്രമേ ഉള്ളൂ. പഴയ ജീപ്പാണ്. ഞങ്ങളങ്ങനെ രാത്രിയിൽ രാത്രി 11 മണിയായി അവിടുത്തെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞപ്പോൾ. അപ്പം നല്ല റോഡുകളൊന്നുമില്ല, കട്ട റോഡാണ്. ഞങ്ങളങ്ങനെ തിരിച്ച് ആറളംപുഴ കടന്ന് ഇരുട്ടിലേക്ക് കടക്കുകയാണ്. അങ്ങനെ കുറേ പോകുന്നു കഴിഞ്ഞപ്പോൾ ജീപ്പ് നേരെ ചെല്ലുന്നത് പുഴയിലേക്കാണ്. പുഴയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ നേരെ കാണുന്നത് ഒരു വലിയ വെള്ളം മാതിരി എനിക്ക് കണ്ടു. ഞാൻ ജീപ്പ് പയ്യെ അവിടെ ഇറക്കി പിതാവ് ചോദിച്ചു, എന്നാ പറ്റി? ഞാൻ പറഞ്ഞില്ല പിതാവ്, ഇതിലാണോ നമ്മൾ വന്നതെന്നൊരു സംശയമുണ്ടെന്ന് പറഞ്ഞു. പിതാവ് പറഞ്ഞു, അത് സംശയിക്കാനൊന്നുമില്ല, നമ്മൾ ഈ വഴി തന്നെയാണ് വന്നത്, നീ ധൈര്യമായിട്ട് വണ്ടി മുന്നോട്ടേക്ക് എടുക്കാൻ പറഞ്ഞു. പക്ഷേ ഞങ്ങൾ ജപമാല ചൊല്ലിക്കൊണ്ടായിരുന്നു വരുന്നത്. ജപമാല പിതാവിൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞങ്ങൾ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടായിരുന്നു വന്നുകൊണ്ടിരുന്നത്. വണ്ടി ലേശം കൂടെ മുന്നോട്ടേക്ക് എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ പിതാവിനോട് പറഞ്ഞു, പിതാവേ സംശയമുണ്ട്, നമ്മൾ ഇതിലല്ല വന്നത്, കടന്നത് സംശയമാണെന്ന് പറഞ്ഞു. പിതാവ് പറഞ്ഞു, ധൈര്യമായിട്ട് നീ മുന്നോട്ടെടുക്കുക, വണ്ടി ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ അകീറിയിട്ടിട്ടാണ് വണ്ടി മുന്നോട്ടേക്ക് എടുത്തത്. കുറച്ചും കൂടി പിതാവ് പറഞ്ഞതനുസരിച്ച് ലേശം കൂടെ മുന്നോട്ട് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും വണ്ടി താഴുന്നത് പോലെ കണ്ടു. വണ്ടി താഴുകയാണ്. വണ്ടിക്കകത്തേക്ക് വെള്ളം കയറാൻ തുടങ്ങി. ഉടനെ പുറയിൽ നിന്നും 2 പേര് കൈകൊട്ടി വിളിച്ചു, അതിലെ കടക്കരുതേ, അത് കയവാണേ എന്ന്. കയവെന്ന് കേട്ട പാടെ എനിക്ക് പേടിയായി. ഉടനെ ഞാൻ വണ്ടി റിവേഴ്സ് എടുത്തു, വണ്ടി അടിച്ച് നേരെ പുറകോട്ടേക്ക് വണ്ടി കരയ്ക്ക് കയറ്റി കഴിഞ്ഞപ്പോൾ ഇവരെ ഞങ്ങളുടെ അടുക്കൽ വന്നു. ഇവർ പറഞ്ഞു, നിങ്ങൾ എങ്ങോട്ടാണ് പോകേണ്ടത്? ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഇരുട്ടിക്കാണ് പോകേണ്ടത്, അപ്പോൾ ഇതിലല്ല എടുക്കേണ്ടത്, വണ്ടി നിങ്ങൾ ചെരിഞ്ഞ് വേണം വണ്ടി എടുക്കാൻ, ഞങ്ങൾ മുമ്പിൽ നടക്കാം, ഞങ്ങളുടെ പുറകെ വണ്ടി വന്നാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് ഈ 2 വ്യക്തികൾ വണ്ടിയുടെ മുമ്പിൽ കൂടി നടന്നു. ഞാൻ ഇവരുടെ പുറകെ വണ്ടി ഓടിച്ച് പയ്യെ പുഴ ഇറങ്ങി പുഴയ്ക്ക് അക്കരെ കയറി കഴിഞ്ഞപ്പോൾ പിതാവ് അവരോട് നന്ദി പറഞ്ഞു. അവരോട് ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? നേരം പറഞ്ഞു, ഞങ്ങളിങ്ങനെ ഒരു വഴിപോക്കരാണ്, എന്നാൽ നിങ്ങൾ കയറിക്കോ, നിങ്ങൾ പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ ഇറക്കാം എന്നും പറഞ്ഞു. ഈ 2 പേരെയും വണ്ടിയിൽ കയറി. എന്നിട്ട് ഇവരോട് പറഞ്ഞു, ഞങ്ങളൊരു ജയമാല ചൊല്ലിക്കൊണ്ടിരിക്കുക, നിങ്ങളും കൂടിക്കോളാൻ പറഞ്ഞു. അവരുടെ ഭാഷയിൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി, ഞങ്ങളൊരു ജയമാല ഇല്ലുക എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിച്ചോ, ഞങ്ങൾ സമയമാകുമ്പം പറഞ്ഞോളാമെന്ന് പറഞ്ഞു. ഞങ്ങളങ്ങനെ വണ്ടി ഓടിച്ചു. ഇരുട്ടി അടുക്കാറായപ്പോൾ ഇവർ പറഞ്ഞു, ഇവിടെ നിർത്തിയാൽ മതി, ഞങ്ങളിവിടെ ഇറങ്ങിപ്പോയിക്കോളാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ 2 പേര് അവിടെ ഇറങ്ങിപ്പോയ ശേഷം പിതാവ് പറഞ്ഞു, അപ്പച്ചാ അത് ആരാണെന്ന് അറിയാമോ? നമ്മൾ പോകുന്ന വഴിക്ക് ഒന്നും ആരെയും കണ്ടില്ലല്ലോ, ഒരു മനുഷ്യരെയും കണ്ടില്ല. പക്ഷേ തക്ക സമയത്ത് ദൈവം അയച്ച 2 മാലാഖമാരായിരുന്നു അവർ. യൗസേ പിതാവ് പറഞ്ഞയച്ചതാണ്. അല്ലായിരുന്നുവെങ്കിൽ നമ്മൾ 2 പേരും ആ കയത്തിൽ കിടന്ന് മരിച്ചു പോയാനേ, വണ്ടി താന്നു പോയാനേ ആയിരുന്നു. അപ്പം ദൈവം എത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്നു, യാത്രയിലെല്ലാം നമ്മളെ നോക്കിക്കാണുന്നു. അങ്ങനെ യൗസേ പിതാവിൻ്റെ അനുഗ്രഹങ്ങൾ ധാരാളമാണ്. ഈ മാർച്ച് മാസം 19-ാം തീയതി പ്രത്യേകിച്ച് തലശ്ശേരിക്കാർക്ക് ആഹ്ലാദത്തിൻ്റെ ദിവസമാണ്. തലശ്ശേരി രൂപത സ്ഥാപിതമായത് മാർച്ച് 19-ാം തീയതി. ആ നല്ല പിതാവിൻ്റെ ദിവസമാണ് പിതാവ് തലശ്ശേരിയിൽ വന്ന് രൂപതാഭരണം ഏറ്റെടുത്തത്. അന്ന് മുതൽ പിതാവിൻ്റെ കയ്യിൽ രൂപതാഭരണം, രൂപതയിലെ മക്കളും കുടിയേറ്റ ജനതയും സുരക്ഷിതരായിരുന്നു എന്നുള്ളതാണ്. 1962 ഡൽഹിയിൽ നിന്ന് നൂൻഷ്യോ തലശ്ശേരി രൂപതയിൽ വരികയുണ്ടായി. അന്ന് പലയിടത്തും നൂൻഷ്യോയും കൊണ്ട് പോയപ്പോൾ ഒക്കെ അന്ന് കാറ്റും മഴയുമുള്ള ഒരു കാലഘട്ടമായിരുന്നു. പിതാവ് പറഞ്ഞു, ഇവിടുത്തെ ഇതെല്ലാം കഴിഞ്ഞ ശേഷം മാനന്തവാടിയിലുള്ള ദ്വാരകയിലുള്ള ഇപ്പോഴത്തെ കത്തീഡ്രൽ പള്ളിയുടെ നേരെ മുൻവശത്തുള്ള ഒരു കുരിശുപള്ളിയുടെ വെഞ്ചരിപ്പ് നൂൻഷ്യം കൊണ്ട് പിതാവ് വെഞ്ചരിപ്പിക്കുകയുണ്ടായി. അത് ചുരം വഴി കയറി പോകുന്ന സമയത്ത് അന്ന് പ്രതികൂല കാലാവസ്ഥയായിരുന്നു. മരങ്ങൾ ഒടിഞ്ഞ് റോഡിലേക്ക് വീഴാനായിട്ട് സാധ്യതയുള്ളതിനാൽ കുറേ ചെറുപ്പക്കാരെയൊക്കെ കൂട്ടി കോടാലിയും ഒക്കെ ആയിട്ടാണ് പിതാവ് വേറെ ജീപ്പിൽ ആൾക്കാരെ കൊണ്ടുപോയത്. അങ്ങനെ പോകുന്ന വഴിക്ക് കുറേ അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോൾ, പേരിയാക്കി ഇപ്പുറത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ വഴി ബ്ലോക്കായി. പിതാവ് ഉദ്ദേശിച്ച പോലെ തന്നെ വലിയ മരം വീണ് കിടക്കുന്നു. വലിയൊരു മരമാണ്. പിതാവ് പറയുന്നത്
ഒരു 50 പേര് പിടിച്ചാൽ പോലും ആ മരം മാറിയല്ലാത്ത മാതിരി കിടക്കുകയാണ്. ആ മരം വീണപ്പോൾ ചെറിയ മരങ്ങളെല്ലാം പിഴുത് അതോടുകൂടി നിലത്തേക്ക് വീണു. പിതാവ് പറഞ്ഞു, രാവിലെ യാത്ര ചെയ്തപ്പോൾ യേശുപിതാവിൻ്റെ ബലിപീഠത്തിൽ കുർബാന അർപ്പിച്ച ശേഷമാണ്, യേശുപിതാവിനെല്ലാം സമർപ്പിച്ച ശേഷമാണ് ഞാൻ യാത്ര ചെയ്തത്. ഒരു തരത്തിലും അങ്ങനെ വഴി മുടക്കാൻ സാധ്യമല്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് പിതാവ് വണ്ടിയിൽ നിന്നും ഇറങ്ങി മുന്നോട്ടേക്ക് നടന്നു. ആ കൂറ്റൻ മരത്തിൻ്റെ ചുവട്ടിൽ ചെന്ന് പിതാവ് നോക്കുമ്പോൾ ഒരു 5-6 കഷ്ണങ്ങളായിട്ട് മരം അറുത്തിട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ പിതാവ് ആൾക്കാരെയൊക്കെ വിളിച്ചു, നിങ്ങളെല്ലാവരും കൂടി ഇനി വരുവാണെങ്കിൽ ഈ മരം ഒടിഞ്ഞാണ് കിടക്കുന്നത്, നമുക്കതൊന്ന് ഉരുട്ടി മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ യാത്ര സുഖമായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ജനങ്ങളെല്ലാവരും കൂടെ വന്ന് ഈ തടിക്കഷ്ണങ്ങൾ ഓരോന്ന് 5-6 പേര് വീതം കൂടി മാറ്റി വഴി തടസ്സം കൂടാതെ ആക്കി യാത്ര മുന്നോട്ടേക്ക് നീങ്ങി. അതിനെപ്പറ്റി പിതാവ് വളരെ വികാരവിരതനായിട്ട് പിതാവ് പറയുകയുണ്ടായി. കാരണം യേശു പിതാവിന് അറിയാമായിരുന്നു ഇങ്ങനെ മരം വീണ് കിടപ്പുണ്ട് എന്ന്. യേശു പിതാവ് എല്ലാവരും വരുന്നതിന് മുമ്പ് തന്നെ വന്ന് വാളും കൊണ്ട് അറുത്ത് ഓരോ കഷ്ണങ്ങളായി അറുത്ത് മാറ്റിയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പിതാവിൻ്റെ ഓരോ കാരണങ്ങളും ഓരോ അനുഭവങ്ങളും ഇങ്ങനെയൊക്കെയാണ്. പിതാവിന് എന്ത് ആവശ്യമുണ്ടോ അത് യേശു പിതാവിന് സാധിച്ചു കൊടുക്കും എന്നുള്ളതാണ്. ഇന്നത്തെ മാനന്തവാടി രൂപത യേശു പിതാവ് തന്നെ മേടിച്ചു കൊടുത്തതാണ്. താമരശ്ശേരി രൂപത യേശു പിതാവ് മേടിച്ചു കൊടുത്തതാണ്. ബെൽത്തങ്ങാടി രൂപത യേശു പിതാവ് മേടിച്ചു കൊടുത്തതാണ്. എവിടെ പിതാവിന് പ്ലാനും പദ്ധതിയുമുണ്ടോ യേശു പിതാവിനോട് പറയുന്ന ഓരോ കാര്യങ്ങളും യേശു പിതാവ് സമയാനുസൃതമായി യേശു പിതാവിന് മേടിച്ചു കൊടുക്കും എന്നുള്ളതാണ്. എനിക്കങ്ങനെ എൻ്റെ ഒരു വ്യക്തിപരമായ കാര്യം പറയുകയാണെങ്കിൽ പിതാവിനിൽ നിന്നാണ് എനിക്ക് യേശു പിതാവിനോടുള്ള ഭക്തി എനിക്കും ലഭിച്ചത്. കാരണം പിതാവിൻ്റെ ഓരോ യാത്രയിലും പിതാവ് യേശു പിതാവിനെക്കുറിച്ച് ഇങ്ങനെ പറയും. അപ്പോൾ അത് കേട്ടാണ് എനിക്ക് യേശു പിതാവിനോട് ഭയങ്കര ഭക്തിയായത്. എൻ്റെ ഒരു സംഭവം മാത്രം പറയാം. ഒരിക്കൽ പുതിയൊരു വീട് മാറി ഞങ്ങൾ വേറെ ഒരു സ്ഥലത്തേക്ക് പോയി, അവിടെ പോയി താമസം തുടങ്ങി. കുറേ കഴിഞ്ഞപ്പോൾ കിണർ കുഴിക്കാനായിട്ട് തുടങ്ങി. കിണർ കുഴിച്ച് കുറേ കഴിഞ്ഞപ്പോൾ കിണറിനകത്ത് ഭയങ്കര പാറയാണ്. ഒരു തരത്തിലും ഈ പാറ വെടിവെച്ചിട്ട് മാറുന്നില്ല, വെള്ളമില്ല, ആകെ വിഷമമായി. അവസാനം കിണറിൻ്റെ പണി നിർത്തിവെച്ചു. ചാച്ചൻ വീട്ടിൽ നിന്നും കത്തെഴുതി, മകനെ വെള്ളം കിട്ടുന്നില്ല, കിണർ കുഴിക്കൽ നിർത്തി വെച്ചിരിക്കുകയാണ്, ഇനി മുന്നോട്ടേക്ക് പോകാനൊരു രക്ഷയുമില്ല, കാരണം മുഴുവൻ പാറയാണ് എന്ന്. വളരെ സങ്കടത്തോടെ ഞാനിതിങ്ങനെ ഈ കത്തും വെച്ചുകൊണ്ട് ഞാനിരുന്ന് കരയുകയാണ് രാത്രിയിൽ. അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും കിടന്നതിന് ശേഷം ഞാൻ നേരെ യേശു പിതാവിൻ്റെ അരമന ചാപ്പലിൽ ചെല്ലുന്ന യേശു പിതാവിൻ്റെ രൂപത്തിൻ്റെ അടുക്കൽ പോയി ആ രൂപത്തെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഞാൻ പറഞ്ഞു, യേശു പിതാവേ, ഒരു നിവൃത്തിയുമില്ല, ഞാൻ വീട്ടിലേക്ക് എല്ലാ പൈസയും അയച്ചു കൊടുത്തു, ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് ഒരു നിവൃത്തിയുമില്ല, ഇനി എൻ്റെ കയ്യിൽ ഒരു 5 പൈസ പോലുമില്ല, എങ്ങനെ ഇനി മുന്നോട്ടേക്ക് നടക്കും എന്ന് പറഞ്ഞു. ഞാൻ മുറിയിൽ അന്ന് പോയി കിടന്നു. പിറ്റേ ദിവസം കാലത്തെ ഞാൻ അരമനയുടെ മുൻവശത്ത് ഇങ്ങനെ നിൽക്കുമ്പോഴുണ്ട് ഇപ്പോൾ പ്രീസ്റ്റ് ഹോമിൽ വിശ്രമജീവിതം നയിക്കുന്ന അബ്രാഹാം തോണിപ്പാറ അച്ഛൻ. രാവിലെ അച്ഛനൊന്ന് സെമിനാരിയിലെ റെക്ടറായിരുന്നു. രാവിലെ എന്നെ കാണുവാൻ വേണ്ടി അരമനയിൽ വന്നു. എന്നോട് പറഞ്ഞു, അപ്പച്ചനെ കാണാനാണ് ഞാൻ വന്നത്. ഞാൻ പറഞ്ഞു, എന്ന് അച്ഛൻ? അന്നേരം പറഞ്ഞു, നമ്മുടെ ബ്രസീലിന് പോയ പാറയ്ക്കലച്ഛൻ അപ്പച്ചനൊരു 250 രൂപ തരാൻ വേണ്ടി എനിക്ക് തന്നിട്ടുണ്ട്. എനിക്കിത് ചിന്തിക്കാൻ പോലും സാധിക്കുകയല്ലായിരുന്നു. അച്ഛൻ 250 രൂപ എൻ്റെ അടുക്കൽ എടുത്ത് തന്നു. ഞാൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓടി, ആരെയും നോക്കിയില്ല, ഓടി യേശു പിതാവിൻ്റെ അടുക്കലേക്കാണ് ഞാൻ ഓടിയത്. യേശു പിതാവിൻ്റെ രൂപത്തെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് ഞാൻ യേശു പിതാവിനോട് നന്ദി പറയുകയുണ്ടായി. അതിനുശേഷം അന്ന് ഞാൻ മണി ഓർഡറും ഒരു കത്തും കൂടെ വീട്ടിലേക്ക് എഴുതുകയുണ്ടായി. യേശു പിതാവിൻ്റെ ഒരു പടവും കൂടി വെച്ചിട്ടാണ് ഞാൻ അയച്ചത്. ഞാൻ പറഞ്ഞു, ചാച്ചാ, ഈ കത്ത് ഈ പടവും വീട്ടിൽ കിട്ടുമ്പോൾ കിണറ്റിൽ വെള്ളം കാണും, യാതൊരു സംശയവുമില്ല എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് ഇത് അയക്കുകയാണ്. പക്ഷേ ഈ കത്ത് എഴുതുന്ന പിറ്റേ ദിവസം കാലത്തെ തന്നെ വീട്ടിൽ ചാച്ചൻ പറഞ്ഞു, നമുക്ക് ഏതായാലും ഒരു വെടിയും കൂടെ കിണറ്റിൽ വെച്ച് നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ചാച്ചൻ വെടിക്കാരനെ വിളിച്ച് ഒന്നും കൂടി കിണറ്റിൽ വെടിവെക്കുകയുണ്ടായി. അതായത് കിണറ്റിൽ വെടിവെക്കുകയും പൊട്ടിത്തെറിച്ച് പാറക്കഷ്ണങ്ങൾ പൊട്ടിത്തെറിച്ച് വെള്ളം ചെതറി സമയത്ത് ഈ പോസ്റ്റ്മാൻ കത്തും മണി ഓർഡറുമായിട്ട് വീട്ടിൻ്റെ മുറ്റത്ത് നിൽക്കുന്നു. അതുപോലെ തന്നെ വേറെ ഒരു സംഭവം, എൻ്റെ മോൻ്റെ ഭാര്യ, അവൾ ഗർഭിണിയായ സമയത്ത് അവൾ 6-ാം മാസത്തിലെ ടെസ്റ്റിനായിട്ട് ഡോക്ടറെ കാണിക്കാനായിട്ട് പോയ അവസരത്തിൽ പരിശോധനയെല്ലാം കഴിഞ്ഞ ശേഷം ഒരു ലേഡി ഡോക്ടറാണ്. അവൾ പറഞ്ഞു, ഈ കൊച്ച് 2 തലയായിട്ടാണ് കാണുന്നത്, അതുകൊണ്ട് ഉടനെ ഇത് അബോർഷൻ ചെയ്ത് കളയണമെന്ന്. ആദ്യത്തെ കുട്ടിയാണ്. പിള്ളേരെല്ലാവരും സങ്കടത്തിലായി ഞങ്ങളെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. അന്ന് രാത്രി മുഴുവൻ ഞാനിവിടെ പ്രാർത്ഥനയിൽ കഴിഞ്ഞുകൂടി.
യേശു പിതാവിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. വള്ളപ്പള്ളി പിതാവ് സ്വർഗത്തിലുണ്ട്, വള്ളപ്പള്ളി പിതാവിനോട് പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ ഇവിടെ നിന്നും നേരെ കോഴിക്കോട്ടേക്ക് പോയി. നമുക്ക് വേറെ ഡോക്ടറെ കാണാമല്ലോ എന്നും പറഞ്ഞു അവളെ ഞാൻ ആശ്വസിപ്പിച്ചു. പിറ്റേ ദിവസം കാലത്തെ ഇവർ പല ഹോസ്പിറ്റലുകളിലും ഇവർ പോയെങ്കിലും പലയിടത്തും പല കാരണവശാൽ മിഷൻ കേടുകളുമായിരുന്നു. അതിനും ഞാൻ വീട്ടിൽ വന്ന ശേഷം പ്രാർത്ഥനയിൽ കഴിഞ്ഞും കൂടി പിറ്റേ ദിവസം ഇവർ വേറെ ഒരു ആശുപത്രിയിൽ പോയി ഒരു ലേഡി ഡോക്ടറെ കണ്ടു. അവളുമായിട്ട് സംസാരിച്ചു. കഴിഞ്ഞ് ആ ഡോക്ടറെ ഇവൾ സ്കാൻ ചെയ്തു. ഈ ഡോക്ടർ വളരെ സന്തോഷത്തോടെ മകനെ അകത്തേക്ക് വിളിച്ച് കയറ്റി. ആൾ പറഞ്ഞു, ഇത് കണ്ടോ, ആ കുഞ്ഞിന് യാതൊരു കുഴപ്പവുമില്ല, നല്ല മിടുക്കനായ ഒരു കുട്ടിയാണ്, ഒരു കുഴപ്പവുമില്ല എന്ന്. അങ്ങനെ അവൾ തിരിച്ചു പോന്നു. ഞങ്ങളെല്ലാം സമാധാനമായിട്ടിരുന്നു. അവൾ പ്രസവിച്ചു, മിടുക്കനായ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. ഇങ്ങനെയൊക്കെ ഞങ്ങൾക്ക് കിട്ടിയതെല്ലാം വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ മധ്യസ്ഥം വഴിയാണ്. ഒരു പരിചയമില്ലാതിരിക്കുന്ന കുടിയേറ്റ സമൂഹത്തിലേക്ക്, കുടിയേറ്റ ജനതയുടെ ഇടയിലേക്ക് വള്ളോപ്പള്ളി പിതാവ് വരുമ്പോൾ അദ്ദേഹത്തിന് ആകപ്പാടെ എല്ലാം ആശങ്കയായിരുന്നു. കാരണം പരിചയക്കാരാരുമില്ലാത്ത ഒരു മലബാറിലേക്ക് എങ്ങനെ വന്ന് ഈ പുതിയ നിയമനം എങ്ങനെ ഏറ്റെടുക്കുമെന്നുള്ള പിതാവിൻ്റെ വിഷമം വളരെ വലുതായിരുന്നു. അദ്ദേഹം ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ഇടവകയായ കുടക്കച്ചിറയിലെ ഇടവക ദേവാലയം വിശുദ്ധ യൗസേപ്പ് പിതാവിന് സമർപ്പിതമായിരുന്നു. ഇതെല്ലാം അദ്ദേഹം പോയി കുടക്കച്ചിറ ദേവാലയത്തിൽ പോയി വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ മുമ്പിൽ ഇതെല്ലാം സമർപ്പിച്ചുകൊണ്ട് തൻ്റെ രൂപതാഭരണം എല്ലാം യൗസേപ്പ് പിതാവിനെ സമർപ്പിച്ച് അദ്ദേഹം ചുമതല ഏൽക്കുകയാണ് ഉണ്ടായത്. പിതാവ് പലപ്പോഴും പറയുമായിരുന്നു, അന്ന് ആ നല്ല പിതാവ് ആണ് ഇന്ന് ഈ രൂപതയ്ക്ക് വേണ്ടതെല്ലാം ചെയ്തു തന്നത്. എന്ത് ചോദിച്ചാലും യൗസേപ്പ് പിതാവിന് നൽകുമെന്നുള്ളത് ഉറച്ച വിശ്വാസമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ 17 വർഷക്കാലം ഒത്തൊരുമിച്ച് അദ്ദേഹത്തോടു കൂടെ യാത്ര ചെയ്യുവാനും ഒരു സ്വന്തം മകനെ പോലെ എന്നെ കൂടെ കൊണ്ടു നടന്ന് എല്ലാം പറഞ്ഞു തരികയും എല്ലാം ചെയ്ത് വളർത്തിയ ആ വന്യപിതാവ് ഇന്ന് നമ്മോടൊപ്പം ഇല്ല. പിതാവ് പലപ്പോഴും യൗസേപ്പ് പിതാവിനെക്കുറിച്ച് പറയുമ്പോൾ വളരെ വികാരഭരിതനായിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ തല ചായ്ക്കാൻ ഒരിടവുമില്ല. തലശ്ശേരി സെൻറ്റ് റോസറി ചർച്ചിലാണ് പിതാവ് ആദ്യമായി വന്ന് താമസിച്ചത്. അവിടെ താമസിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവിടെ അടുത്തുള്ള ഒരു കെട്ടിടത്തിലേക്ക് പിതാവ് താമസം മാറി വാടകയ്ക്ക് താമസിക്കുകയാണ്. ആ സമയത്താണ് VR കൃഷ്ണയ്യർ മന്ത്രിയായി മന്ത്രിസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ മനോഹരമായ കെട്ടിടം വേറൊരാളെയും ഏൽപ്പിക്കാൻ അദ്ദേഹത്തിന് മനസ്സിലായിരുന്നു. അദ്ദേഹം പിതാവിൻ്റെ അടുക്കൽ വന്ന് പിതാവിനോട് വന്ന് പറഞ്ഞു, തിരുമേനി, ഞാൻ ഇങ്ങനെ മന്ത്രിസഭയിലേക്ക് പോവുകയാണ്. അപ്പോൾ തിരുമേനി ഏതായാലും ഇവിടെ വാടകയ്ക്ക് താമസിക്കുകയാണല്ലോ, അതുകൊണ്ട് തിരുമേനി എൻ്റെ വീട്ടിൽ വന്ന് താമസിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ പിതാവ് പറഞ്ഞു, അത് വിൽക്കാൻ വല്ല താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് മേടിച്ചോളാം എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ ഭാര്യയുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് എൻ്റെ ആ വീട്, അതൊരു തരത്തിലും ഞാനത് വിൽക്കുകയില്ല തിരുമേനി എന്ന് പറഞ്ഞു. ഏതായാലും അദ്ദേഹം പുറപ്പെട്ടു. അന്ന് രാത്രി അദ്ദേഹത്തിന് കിടന്നുറങ്ങുവാൻ സാധിച്ചില്ല. നേരം വെളുത്ത പാടെ ഭാര്യയോട് പോലും പറയാതെ അദ്ദേഹം തിരുമേനിയുടെ അടുക്കൽ വന്ന് പറഞ്ഞു, തിരുമേനി, ഞാനത് തിരുമേനിക്ക് തന്നോളാം. ഇപ്പോൾ പിതാവ് വന്നു, വീടുകളെല്ലാം കണ്ടു. നോക്കുമ്പോൾ അന്നത്തെ ഏറ്റവും ഭയങ്കരമായ വീടാണ്. AC ഉണ്ട്, എല്ലാ സൗകര്യങ്ങളോടും കൂടിയ 8 ഏക്കർ സ്ഥലം. അപ്പം പിതാവ് വിലയൊക്കെ ചോദിച്ചു. പിതാവ് വിലയെല്ലാം ഫർണിച്ചർ അടക്കം അദ്ദേഹം പറഞ്ഞു 2 ലക്ഷം രൂപയാണ് ഫർണിച്ചർ അടക്കം അദ്ദേഹം പറഞ്ഞത്. പിതാവ് പറഞ്ഞു, ഇത്രയധികം പൈസ എൻ്റെ അടുത്തില്ല, ഞാൻ 1,80,000 രൂപ തരാം എന്നും പറഞ്ഞ് 1,80,000 രൂപയ്ക്ക് അദ്ദേഹം ആ സ്ഥലവും ആ കെട്ടിടവും കൂടി പിതാവിനെ ഏൽപ്പിക്കുകയുണ്ടായി. പക്ഷേ അതിനകത്ത് 8 കുടിക്കിടപ്പുകാരുണ്ടായിരുന്നു. അദ്ദേഹം ജസ്റ്റിസ് ആയിട്ട് പോലും ഈ കുടികിടപ്പുകാരെ അവിടെ നിന്ന് ഒഴിപ്പിക്കുവാൻ ഇയാൾക്ക് സാധിച്ചില്ല. അപ്പോൾ പിതാവ് പറഞ്ഞു, ആ കുഴപ്പമില്ല, ഞാൻ ആ കുടികിടപ്പുകാരെ അടക്കം ഞാൻ എടുത്തോളാം എന്നും പറഞ്ഞുകൊണ്ട് കെട്ടിടവും സ്ഥലവും കൂടി പിതാവിന് എഴുതി കൊടുക്കുകയുണ്ടായി. എഴുതി കൊടുത്തതിന് മുമ്പ് തന്നെ ഉണ്ടായ വേറൊരു സംഭവമുണ്ട്. ഇപ്പോഴത്തെ ജഡ്ജിമാർ താമസിക്കുന്ന ബംഗ്ലാവ് അന്ന് മദ്രാസ് ഗവൺമെൻറ്റിൻ്റെ കീഴിലായിരുന്നു. അത് മേടിക്കുവാൻ വേണ്ടി 10,000 രൂപ അഡ്വാൻസ് കൊടുത്തിരുന്നു. അഡ്വാൻസ് കൊടുത്ത് യൗസേപ്പ് പിതാവിൻ്റെ രൂപം മംഗലാപുരത്തു നിന്നും വരുത്തി, ഇപ്പോൾ അരമന ഗേറ്റിൻ്റെ മുമ്പിലുള്ള രൂപം മംഗലാപുരത്തു നിന്നും വരുത്തി അത് അവിടെ അരമനയുടെ മുകളിൽ സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ രൂപം വന്ന ദിവസം തന്നെ മദ്രാസ് ഗവൺമെൻറ് ആ കെട്ടിടം തിരിച്ച് എടുക്കുകയുണ്ടായി. അപ്പോൾ പിതാവ് വീണ്ടും ആശയായി. അപ്പോൾ പിതാവ് പറഞ്ഞു, ഏതായാലും വേണ്ടിയല്ല, ഇപ്പോൾ യൗസേപ്പ് പിതാവിൻ്റെ രൂപം പെട്ടി പൊട്ടിക്കുന്നില്ല, അവിടെ തന്നെ ഇരിക്കട്ടെ, എനിക്ക് പുതിയ സ്ഥലം തന്നിട്ട് മതി ഇനി പെട്ടി പൊട്ടിക്കലെന്നും പറഞ്ഞുകൊണ്ട് പിതാവ് അത് പൊട്ടിച്ചില്ല. അതിനുശേഷമാണ് VR കൃഷ്ണയ്യർ വന്ന് ഈ സംഭവം നടക്കുന്നത്. അരമന കെട്ടിടം മേടിച്ച ദിവസം തന്നെ പിതാവ് ആദ്യമേ ചെയ്തത് ആ കെട്ടിടത്തിൻ്റെ മുകളിൽ പിതാവ് യൗസേപ്പ് പിതാവിൻ്റെ രൂപം സ്ഥാപിക്കുകയായിരുന്നു. യൗസേപ്പ് പിതാവിൻ്റെ രൂപം സ്ഥാപിച്ചതിന് ശേഷം
ഒരു വലിയ മെർക്കുറി ലൈറ്റ് ഉണ്ടായിരുന്നു. ആ ലൈറ്റ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ആ പ്രദേശം മുഴുവനും ഭയങ്കര പ്രകാശമായിരുന്നു. രാത്രിയായപ്പോൾ ഭയങ്കരം കാറ്റും മഴയും കൂടെ ഇങ്ങ് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിൻ്റെ ലീഡറിൻ്റെ വീട് നിലംപൊത്തി. കാരണം അത് കട്ട കൊണ്ട് പണിയിച്ച വീടുകളായിരുന്നു. അപ്പോൾ അവർക്ക് എല്ലാവർക്കും പേടിയായി, എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന് മനസ്സിലാക്കി അവർ പിതാവിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, തിരുമേനി എൻ്റെ വീട് ഇടിഞ്ഞു വീണു, ഒരു നിവൃത്തിയുമില്ല, ജീവിക്കാൻ ഒരു നിവൃത്തിയുമില്ല എന്ന് പറഞ്ഞു. പിതാവ് പറഞ്ഞു, ഞാനൊരു പണി ചെയ്യാം, നിങ്ങൾക്ക് എത്ര രൂപ വേണം, ഞാനത് നിങ്ങൾ എവിടെയെങ്കിലും പോയി അന്വേഷിക്കും, ഞാൻ ആ പൈസ തന്നേക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം പോയി എല്ലാം അന്വേഷിച്ച് പിടിച്ച് 5000 രൂപ എന്ന് പറഞ്ഞു. പിതാവ് 5000 രൂപ അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹം അവിടെ നിന്ന് ഒഴിഞ്ഞു പോയി. പിന്നെ ഓരോരുത്തരായിട്ട് വന്നു. എല്ലാവരും പിതാവ് അവർ പറഞ്ഞ പൈസ കൊടുത്ത് അവരെല്ലാവരും തന്നെ ഒഴിവായിപ്പോയി. പിതാവിന് വേണ്ടതെല്ലാം തക്ക സമയത്ത് പിതാവിന് ചെയ്തു കൊടുക്കും എന്നുള്ളതാണ് പിതാവ് എപ്പോഴും പറയുന്നത്. പിതാവിനെ കൂടാതെ പിതാവിന് വേറെ ഒരു കാര്യവും പിതാവിന് പറയുവാനുണ്ടായിരിക്കില്ല. ആര് ചെന്നാലും പിതാവിൻ്റെ ഒരു പടം ആര് ചെന്നാലും പിതാവ് എടുത്തു കൊടുക്കും. പിതാവിനോട് പ്രാർത്ഥിക്ക്, നമുക്ക് വേണ്ടതെല്ലാം പിതാവ് തരും. അതിൻ്റെ കൂടെ പിതാവ് ഒരു കാര്യം കൂടി പറയും, പിതാവ് പയ്യെ കേൾക്കുള്ളൂ, സാവകാശമേ പിതാവ് എല്ലാ കാര്യവും ആലോചിച്ചേ ചെയ്യുകയുള്ളൂ എന്ന് പിതാവ് പറയും. ഇന്ന് എവിടെ തിരിഞ്ഞ് നോക്കിയാലും പിതാവിൻ്റെ എല്ലാ ഇടവുകളിലധികവും പിതാവിൻ്റെയും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ ഗീവർഗീസിൻ്റെയും ഒക്കെ നാമത്തിലുള്ള ദേവാലയങ്ങളാണ് കുടിയേറ്റ പ്രദേശത്തുള്ളത്.